ഗായ്സ് ടോട്ടലി ജയിച്ചാൽ ഔട്ട് കട്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ഒരു ആൾ കമന്റ് ഇട്ടിരുന്നു, റോബ്ലോക്സ് കളിക്കുമോ. നമ്മളപ്പോൾ റോബ്ലോക്സ് ആണ് കളിക്കണത് ഗൈസ്. റോബ്ലോക്സിൽ ഇത് എന്തിരെന്നല്ല അറിഞ്ഞൂടെ, ഗ്രോയ ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ ഇടാതിരിക്കണ ഇപ്പൊ CD ഷോപ്പിൽ പോകും ഗൈസ്. എൻ്റെ ഡ്രസ്സോ ഗൈസ് ഇടിച്ചു തന്നെ നമ്മൾ ലുക്കനായിട്ടുണ്ട്. നമ്മള് കാൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു ടീഷർട്ട് ഷർട്ടാണ്. മഴ ഇത് വാങ്ങണം. കോമൺ 10 രൂപ വെച്ചിട്ടുണ്ട്. ഇനി എന്തോ യുവർ ഫാം എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പൊ നമ്മളപ്പം ഇനി എന്തൊരു കോപ്പൺ ഇടണം ഇട്ടിട്ടുണ്ട്. ഇനി എന്തോ ചെയ്യണം? വളം അത് കളക്ട് ചെയ്തു. നീ കളക്ട് യുവർ പ്ലാൻ ഉണ്ട്. ഇതെന്ത് എഡിറ്റ് ചെയ്യാൻ കൊണ്ട്, പക്ഷെ നമ്മളെ പൈസ എന്നാണ് തോന്നുന്നത്. പൈസക്കാണ് എന്തിനാണ് ഇതൊന്നുമില്ല. നമുക്ക് നൈസിന് അടിച്ചു മാറ്റിയല്ലേ. ഇവിടെ നിന്ന് സാധനങ്ങൾ അവിടെ കഴിച്ചാൽ എടുത്താൽ എന്തൊരു ചെയ്യാമെന്ന് ബോഡി നമുക്കൊന്നും കൂടെ വാങ്ങാൻ കഴിയും. ഇനി വീട് ആവശ്യമുണ്ടായിരിക്കും. ഇങ്ങോട്ടാണ് ക്യാരറ്റ് എന്നാ പിടിച്ചോ. ക്യാരറ്റ് ഇവന്താ അതിൻ്റെ പുറത്തേറി. ക്യാരറ്റ് വേണ്ടേ? ക്യാരറ്റ് വേണ്ടേ? അയ്യോ ഒന്നുമില്ല. നമുക്കപ്പോൾ 30 രൂപ ഇട്ടു. 30 രൂപ വെച്ച് എന്തോന്ന് വാങ്ങും. ഗിഫ്റ്റ് 50 രൂപയ്ക്ക് എൻ്റെ ഇപ്പം 10 രൂപയുള്ളത്. 2 CD ഇട്ടിട്ടുണ്ടല്ലോ. എത്ര CD ഇട്ടു? അടുത്തത് ഇത് അടുത്ത സെറ്റ്. ഇത് എപ്പോഴും ഈ രാജ്യത്ത് മഴയായതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇത് മഴ രാജ്യമാണിത്, അതുകൊണ്ട് വെള്ളമൊന്നും വേണ്ട ഗൈസ്. വേറെ കുറേ പേര് ഇട്ടിരിക്കുന്ന എൻ്റെ റോബ്ലക്സിൽ വേരോനെറ്റ് എന്തൊക്കെ ഇട്ടു. ഇത് തന്നെ എങ്ങനെയൊക്കെയാണ് അറിഞ്ഞൂടാതെ കളിക്കണത്. അതും കൂടി ഇട്ട് ഇതിന് അടിച്ചു മാറ്റാൻ പറ്റൂ. ലാഗായി തുടങ്ങി. ലാഗ് പോയി. എടുക്കാൻ പറ്റൂ. കളക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് ഗൈസ്. എന്തൊരു പടമാണ്, എന്തൊരു ഇമോജാണ് ആ ഇട്ടിരിക്കണേന്നുണ്ട. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒന്നും എടുക്കാൻ പറ്റിപ്പാണ് ഭയങ്കര. ഹായ് ബ്രോ എന്നാണ് നമുക്ക് എന്തിനാ ഇതിൽ. ഇതാണ് ഹായ് ബ്രോ. സുഖം തന്നെ. മലയാളിയാണോ എന്ന് വേണ്ട, ബംഗാളി ചിലമാര് പറ്റിക്കാം. ബംഗാളി ആണോ? ബംഗാളിയാണോ? പൊട്ടാ ഞാനും ന്യൂ പ്ലെയർ തന്നെ. ഇവിടെ പ്രോ പ്ലെയർ ഒന്നല്ല. ഐ ആം ന്യൂ പ്ലെയർ. അയ്യോ അത് പറ്റൂലേ. ഓ ഇതിൽ ഞാനും ന്യൂ പ്ലെയർ.
എങ്ങനെയുണ്ട്? എല്ലാം കമന്റ് അടിയടേ. പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമാണ്. ഈ തലയിലിരിക്കുന്ന സാധനം ഇത്തിരി മാറുമോ? റോമിയോ രണ്ടെണ്ണം വേറെ പരിപാടിയാണ്. നമ്മളുണ്ട് ഗാർഡൻ. ഇത് നമ്മളെ ഗാർഡൻ ആണെന്നാണ് ഇരിക്കുന്നത്. ഇവര് പറയുന്നത് നമ്മളെ അല്ല. പിന്നെ ശരിയുടെ അമ്മച്ചാൻ എനിക്ക് വേറെ പണുണ്ട്. ജോബ് ഒന്നും കൂടെ ജോബ് അവൻ പോയ അവ അവന്റെ കളഞ്ഞിട്ടിട്ട് നമുക്ക് നമ്മള് പരിപാടി എന്തോ വാങ്ങിച്ചോണ്ടിരിക്കുക. ക്യാരറ്റ് ഉണ്ടല്ലോ. കിട്ടിയാൽ 110 സൗണ്ട് കേൾക്കാം. 110 ഇതെന്തിര് 50 രൂപയ്ക്ക് 5 കിട്ടും. 5 തന്നെ വേണ്ട. നമുക്ക് ക്യാരറ്റ് വിറ്റ് പഠിക്കാം. എന്നിട്ട് നമ്മള് ഒരു 7 വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ ഫോട്ടോ നോക്ക്. എന്റെ പേര് തന്നെ നോക്ക് നിങ്ങള്. എന്താണ് പിന്നീട് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ നടാം. 7 വെച്ചിട്ടുണ്ട്. അയ്യോ ഇത് നടാത്തത്. കണ്ട കുറച്ച് വലുതാവട്ടെ. എന്നിട്ട് വയ്ക്കാം. കുറച്ച് നല്ല കിലോ ആവട്ടെ. ഇതെന്തിരി സാധനം? ഇത് നമ്മളെ കൂട്ടുകാരവിടെ. അവന്റെ പേര് ചൂസി. ഇവർ രണ്ടുപേരും സെറ്റപ്പ് തന്നെ. നമുക്കിവിടെ എന്റെ കൂടെ ഇങ്ങനെ നീ കളിക്കാനാണ് എന്നാ എല്ലാം വേണ്ടി മാനൊക്കെ വേണം. ഇവന്മാരെന്തൊരു സ്കൈ ഇതിനെ ടോക്കൺ മാത്രം അയാൾ വേറെ ജീനിയസ്. ക്രാഫ്റ്റ് ചെയ്ത് തരണത് ആണോ? ഷുഗർ ആപ്പിള് നമുക്ക് ഫെയറിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഹൗ ഡു യു ക്യാച്ച് ഫെയറിന്ന് കൊടുത്തിട്ടുണ്ട്. ഷവലുണ്ട് ഗൈസ്. നമ്മളതിലപ്പോ ഷവലാണ് കഴിച്ചിരിക്കുന്നത്. ഇത് മറ്റാവില്ല. ഇത് തോണ്ടിയാവില്ല. ഇത് തോണ്ടാൻ പറ്റുമോ? ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ്. ഇവന്റെ ഇവിടെ പട്ടിയുണ്ട് അടിക്കാൻ ഗൈസ്. ഇതൊന്നും എടുക്കുക ഗൈസ്. പൈസ കൊടുക്കണമെന്നാ? നമ്മളെ ഗാർഡൻ അല്ലെങ്കിൽ പൈസ അടിച്ചു മാറ്റാൻ വരെ ഇപ്പൊ ഇവിടെ പൈസ കൊടുക്കേണ്ടി ഇതാണ്. ഇവിടെ 23 മെസ്സേജുകൾ. അയ്വാസിന്റെ ക്ലാസ്. എന്റെ മോനെ റോമിയോ കിടില്ല. അയ്വാസിനെ അവൻ ഇപ്പൊ ക്ലാസ് ചെയ്യുന്നതാണ്. നമ്മളുടെ ഫാമൊക്കെ ഇതിങ്ങനെ കളിച്ച് ഒരുമിക്ക് തന്നെ 1 മണിക്കൂറാവും ഗൈസ്. എന്നുവെച്ചാൽ ഈ ക്യാരറ്റ് വളരെ ഇല്ല. അപ്പോഴേക്ക് എന്റെ
ഇനി നമുക്ക് സ്ട്രോബെറി വേറെ ഐറ്റം ഒക്കെ ഉണ്ട് ഗൈസ്. ഒരു സ്ട്രോബെറി ബാക്കി 50 രൂപ ആക്കി ഗൈസ്. 50 രൂപ ഇതെന്തൊരു സാധനം? ഫെയറി വേൾഡിലോട്ട് പോകാം ഗൈസ്. ഗൈസ് ഇതെന്താ ഗൈസ്? ഇതെന്റെ വീട് തന്നെ ഫെയറി വേൾഡ്. ഇവന്മാര് ചുമ്മാ പറ്റിപ്പാണ് ഗൈസ്. എന്ത് സ്ഥലം പോയി ഇവന്മാര് പറ്റിപ്പാണ് ഗൈസ്. ഫെയറി വേൾഡ് എന്ന് പറഞ്ഞത് ഒരു വേൾഡിൽ ഞാൻ പോയി. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഫെയറി വേൾഡ്. ഇത് നമുക്ക് നമ്മളെ പരിപാടി. ഇവിടെ സ്ട്രോബെറി സ്ട്രോബെറി കാണാനില്ല. ഞാൻ കളക്റ്റും ചെയ്യണതാ ഇവിടെ. ഇതെന്തിരി മൂൺലൈറ്റാ? സിൽവർ ക്യാരറ്റ് ഗൈസ്. സിൽവർ ക്യാരറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. ഗൈസ് അതിന് 179. എൻ്റെ ഓണിയാണ്. നമുക്ക് ഇത് കൊള്ളാൻ പറ്റും. ഇതിൽ ഇടിക്കാൻ പറ്റൂലോ. ഇതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ തന്നെ എത്തുകയും ചെയ്തു. നീ വീണ്ടും അത് കിട്ടും ചേട്ടോ. ചേട്ടൻ മൂൺലൈറ്റിന്റെ ഒരു സാധനം കിട്ടി. പൈസ കിട്ടി. അപ്പൊ 59 ഇതെല്ലാം വിൽക്കാം. ഇവന്റെ ഒന്നും ആ പാട് 250 എല്ലാം ഇവന്മാര് ഭയങ്കര ഉടായ്പ പരിപാടിയാണ്. ഇവിടെ അതിനിടയ്ക്ക് ഇവന്മാരാണ് ഇത്ര കണ്ടുള്ളൂ. നടന്നിരിക്കില്ലേ അവള് നിന്നെയും കൊണ്ടേ പോകും. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നു. ഈ സർവർ കൊള്ളാം. ഈ സർവർ ഇഷ്ടപ്പെട്ടു. ഈ സർവർ കിഡിലുമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ നമ്മളൊരു സാധനം സീഡല്ലേ. സീഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളൊരു കുറച്ച് ഹാക്ക് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ പോയി ഇരുന്ന് കൊടുത്താൽ തലയിടിച്ച് മരിക്കേണ്ടി വരും. ഇവർ രണ്ടും നോക്കായി. ഇവർ രണ്ട്
നമ്മളെ അത് ഹോൾഡ് ചെയ്യുന്നില്ല എന്നെന്തോ പറയുന്നു. എന്തിനാണ് പറയുന്നത്? ഇത് വന്നാണ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രോബെറിയും സ്റ്റോക്ക് ഫുള്ള്. സ്റ്റോക്ക് എല്ലാം ഫിറ്റാണ്. സ്റ്റോക്ക് എല്ലാം എന്നാലും നമ്മൾ ഈ സർവർ സ്ട്രോബെറി കുറെ സ്ട്രോബെറിയുടെ ഒപ്പം ഇത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടം പോലെ സ്റ്റോറി ഇത്ര മതി. ഇത്ര കൊണ്ട് വിറ്റോ. 38 കിലോന്റെ സാധനം. ആദ്യം മുന്നിലേക്ക് സ്ട്രോബെറി 48 ക്യാരറ്റ് മാത്രമേ ഇവിടെ വരുള്ളൂ. ഇതിൽ നമ്മൾ 500 ആക്കിയിട്ട് നമ്മള് നമ്മള് വലുതാക്കി എടുത്തു. ഇവിടെ കുറെ എനിക്ക് ബാഡ്ജ് ആവാണ്. അപ്പം 500 ആക്കാൻ പോകും. 500 ആക്കണമെന്ന് പറഞ്ഞ് ഇവിടെ 1000 ആക്കി വെച്ചിരിക്കുകയല്ലേ. 1000 ആൾക്കാരൊക്കെ ഉള്ളവരുണ്ട്. ഈ സ്ഥലം വാങ്ങും. ഇവന്റെ ഫ്രണ്ട് എടുക്കാൻ ഉണ്ടാക്കാൻ അങ്ങനെ നമ്മളെ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു. അടുത്തതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ അല്ലെ വേറെ റോബ്ലോക്സിൻ്റെ വീഡിയോ ആണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ഗൈസ്.